കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MC ഉൾപ്പെടെയുള്ള ആളുകളാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. സാരമായി പരിക്കേറ്റ് വീണ ജോർജ് മിനിസ്റ്റർ ഇപ്പോൾ ആശുപത്രിയിലാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിയില്ലാത്ത മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി ഗേറ്റ് അടിച്ച് വിളിച്ച് റീത്ത് വെച്ചിരുന്നു. സമാനമായതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കണ്ണൂരിൽ കണ്ടത്. കേരളത്തിൽ അശാന്തി പടർത്താനും അക്രമ പരമ്പരകൾ സംഘടിപ്പിച്ച് കേരളത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാനും ഈ കേരളത്തിൽ അതിവിപുലമായി കനകോലു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന ഇമോഷണൽ പൊളിറ്റിക്സിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി, അത്തരത്തിൽ വൈകാരികമായി ആളിക്കത്തിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇല്ലാത്ത സമരാഭാസം കേരളത്തിൽ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ഓരോ ഘട്ടത്തിലായി നടന്നിട്ടുള്ള ഓരോ ആരോഗ്യ മേഖലയിലെയും ഇടപെടൽ എടുത്തു പരിശോധിച്ചാൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ രാജ്യവും ലോകവും അംഗീകരിച്ചിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയും സംസ്ഥാനവുമുള്ള നാട്ടിൽ അതിൻ്റെ ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യാനും ആക്രമിക്കാനും KSU പോലൊരു വിദ്യാർത്ഥി സംഘടന തയ്യാറായി എന്ന് മാത്രമല്ല, ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇപ്പോഴിട്ട പോസ്റ്റ് രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കുന്നു. ഈ 2 പേരോടും മൂഢസ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാനും തൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവരെ ആക്രമിച്ചതെന്നും അതിനുള്ള മറുപടി ഉണ്ടെങ്കിൽ പറയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. യാതൊരു കാരണവശാലും ഇത് തുടരാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വാഭാവികമായും താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെ കർമ്മഫലവും ഉണ്ടാകുമെന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധം SFI ഇതിൻ്റെ ഭാഗമായി അറിയിക്കുകയാണ്. സംസ്ഥാനമെമ്പാടും മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ ഭാഗമായി പ്രകടനമുണ്ടാകും. അതിൻ്റെ പ്രതിഷേധമുയരും. എല്ലാ ക്യാമ്പസുകളിലും ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധമുയരും. തെരുവുകൾ സ്വാഭാവികമായും പ്രതിഷേധത്തിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്, വലതുപക്ഷം ഉദ്ദേശിക്കുന്ന, കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന തെറ്റായ രാഷ്ട്രീയം, ആ തെറ്റായ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ആ അക്രമം അഴിച്ചുവിട്ടും ആക്ഷേപം ചൊരിയുകയാണ്. അക്രമവും ആക്ഷേപവും ഒരുമിച്ച് സമ്മിശ്രമാക്കി നമ്മൾക്കുള്ളിലേക്ക് കുത്തിയിറക്കി ജനങ്ങളെ തന്നെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹീനകൃത്യങ്ങളിൽ നിന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ പിൻവാങ്ങി പോകണം എന്നുള്ളതാണ് പറയാനുള്ളെങ്കിൽ, അല്ലാത്ത പക്ഷം ഞങ്ങൾ പ്രതിരോധിക്കാനും അതിനെതിരെ ശക്തമായി മുന്നോട്ട് വരാനും തയ്യാറാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ജനാധിപത്യപരമായി ഏതൊരു സംഘടനക്കും സമരം ചെയ്യാം. യാതൊരുവിധ അഭിപ്രായവും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. ഞങ്ങളും സമരത്തിലൂടെ കടന്നു വന്ന സംഘടനയാണ്. സമരമാണ് ഞങ്ങളുടെ ജീവശ്വാസം. പക്ഷേ ആ സമരത്തെ ഒരു സമരാഭാസമായി ഉപയോഗിക്കാൻ, അക്രമ സമരമാക്കി മാറ്റാൻ, റെയിൽവേ സ്റ്റേഷൻ പോലുള്ളൊരു സ്ഥലത്ത് സെക്യൂരിറ്റി ഇഷ്യൂ നിലനിൽക്കുന്ന, സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്ത് അവിടെ മന്ത്രിയെ ആക്രമിച്ചതിന് ശേഷം മന്ത്രിയെ ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കുക, ആ അക്രമത്തിന് ശേഷവും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക, ഈ നില തുടരുകയാണ്. കാരണം വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിലാണ് സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും പോസ്റ്റ് വരുന്നത്. രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് ആക്രമിച്ച് അദ്ദേഹത്തിന് പരിക്കു പറ്റിയത് മറ്റേതെങ്കിലും വിധത്തിലാണോ? വെറുതെ നടന്നു പോകുമ്പോൾ വീണ ജോർജിനെ എന്തെങ്കിലും വന്ന് വീണ് പരിക്കു പറ്റിയതാണോ? KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്രമിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ പരിക്കാണ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ കേരളം അത് മനസ്സിലാക്കുമെന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. KSUവും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഈ സമരാഭാസത്തെ കേരളം തിരിച്ചറിഞ്ഞ് ശക്തമായി അവർക്കെതിരെ തിരിയും കേരളത്തിലെ ഓരോ ജനതയും എന്നുള്ളതാണ്, ജനാധിപത്യ വിശ്വാസികളും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അടിക്ക് തിരിച്ചടി എന്നുള്ളതാണല്ലോ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വഴിയിൽ തടയുകയോ വീണ ജോർജിനെതിരെ ഈ രൂപത്തിലുള്ള അക്രമം പ്രതിരോധിക്കും, അതിന് മറുപടി ഉണ്ടാകുമെന്ന്. അങ്ങനെ തന്നെയാണ്, തിരിച്ചടി തന്നെയാണോ? അല്ല, തിരിച്ചടി എന്നതിനേക്കാളപ്പുറം ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ. സ്വാഭാവികമായും ഇനിയും കൂടുതൽ അക്രമം നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടതായി വരും. പക്ഷേ ഏത് വിധത്തിലാണ്, എന്തിനാണ് വീണ ജോർജിനെ ഈ തരത്തിൽ ആക്രമിക്കുന്നത്, എന്തിനാണ് അവരെ തടയുന്നത് എന്നതിന് ഇപ്പോഴും ഉത്തരവില്ല. എന്താണ് വിഷയം എന്നതിന് ഇപ്പോഴും ഉത്തരവില്ല. ആ വിഷയത്തെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചും കൃത്യമായി അഭിസംബോധന നടത്തി ആ വിഷയത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ വിഷയത്തിലും അഭിസംബോധന ചെയ്ത് ആ വിഷയത്തിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയെ അവരുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ അനാസ്ഥയായി, അനാകാരണമായി ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഇവരെ കയറൂരി വിട്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈകാരിക തലം സൃഷ്ടിച്ചെടുത്ത് അവർക്കുള്ളിൽ തന്നെ ഒരു തെറ്റായ സന്ദേശമുണ്ടാക്കി കേരളത്തിൽ അക്രമം അഴിച്ചുവിടാനാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് ആവർത്തിക്കാത്ത വണ്ണം തിരുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ശക്തമായ പ്രതിഷേധവും അതിന്റെ ഭാഗമായി രേഖപ്പെടുത്തുകയാണ്.